ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ജോർജിയ എത്തി. ഞങ്ങളിവിടെ ടിബ്ലിസി എയർപോർട്ടിൽ വന്നാണ് ഇറങ്ങിയത്. ഇവിടെ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ജോർജ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരനൊരു ജോളി പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. അപ്പോൾ ജോർജ് പറഞ്ഞത് ഞങ്ങൾ വന്ന ടൈമിങ് നല്ലതാണെന്നാണ്, അതായത് ഒരു വിൻ്റർ എൻഡിങ്ങും സമ്മർ സ്റ്റാർട്ടിങ്ങും. പിന്നെ ഇവിടെ കുറച്ച് ഡേയ്സായിട്ട് മഴ പെയ്യുന്നുണ്ടെന്നും കൂടി ആൾ പറഞ്ഞു. പിന്നെ ഇന്ന് ഞങ്ങൾ എത്തിയ ദിവസം തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഔട്ടിങ്ങും ഒന്നുമില്ല. ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ജോർജ് ഞങ്ങളോട് പറഞ്ഞത് 2 ആപ്ലിക്കേഷൻസ് എന്തായാലും ഡൗൺലോഡ് ചെയ്തോളൂ, അതായത് വോൾട്ടും ബോൾട്ടും. ഇത് പറഞ്ഞാൽ ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷനും പറഞ്ഞാൽ ക്യാബ് സർവീസസിനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് ഹോട്ടലിലേക്കാണ്. ഇത് ടിബ്ലിസി എയർപോർട്ടിൽ നിന്ന് ഒരു 30-35 മിനിറ്റ് ഡിസ്റ്റൻസിലാണ്. പിന്നെ ഈ ഹോട്ടൽ ന്യൂ സിറ്റിയിലാണ്, ടിബ്ലിസി ന്യൂ സിറ്റിയിലാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ എപ്പിസോഡ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത് agoda.com നിന്നാണ്. ഒരു 5 ഡേയ്സിന് അപ്രോക്സിമേറ്റ്ലി ഞങ്ങൾക്ക് 700 ദിറംസാണ് കോസ്റ്റ് ചെയ്തത്. പിന്നെ ഈ ഹോട്ടൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂംസൊക്കെ നല്ല സ്പേഷ്യസും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെബ്സൈറ്റിൽ തന്നേക്കണ പോലെ തന്നെയുണ്ട് ഇതിൻ്റെ റൂംസ് എല്ലാം. പിന്നെ ഇതിൽ ബാൽക്കണി ഇല്ല റൂമിൽ, പക്ഷേ ഒരു സൈഡ് ഫുൾ ഗ്ലാസ് പെയിനാണ്. ഈ ഒരു ഗ്ലാസ് സൈഡാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി റൂം. പിന്നെ വന്നപ്പോൾ തന്നെ വിവേക് ഫ്രഷായി കുറച്ച് നേരം ഉറങ്ങി. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു, എപ്പോൾ വിവേക് എഴുന്നേൽക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരുന്ന് ഫൈനലി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വിവേക് എഴുന്നേറ്റ് ഫ്രഷായി. ഞങ്ങളങ്ങനെ താഴെയുള്ള ക്യാരി ഫോറിലോട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് കുറേ വെറൈറ്റി ഓഫ് ചിപ്സ്. ഏതൊക്കെ ഫ്ലേവറാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാത്തിലും ചീസ് എന്തായാലും ഉണ്ട്. ചീസ്, ക്യാപ്സിക്കം, അങ്ങനത്തെ ഇതൊക്കെ. പിന്നെ ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ബ്രെഡ്, സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബ്രെഡുകളുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളൊരു ബ്രെഡ് എന്തായാലും കുറേ കഴിക്കുന്നുണ്ടെന്നാണ്. പിന്നെ ഞാനിങ്ങനെ ഓരോ ഫുഡുകൾ എന്തൊക്കെയാണ് ഈ ഐറ്റംസ് ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലും വാങ്ങാമെന്നാണ് വിചാരിച്ചത്, സ്നാക്സ് എന്തെങ്കിലും അങ്ങനെ കഴിക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് 2-3 പാക്കറ്റ് ഓഫ് ചിപ്സ് വാങ്ങി. പിന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കി എന്തൊക്കെയാണ് ഐറ്റംസുകൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഞങ്ങളങ്ങനെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ റൂമിൽ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ്, ഇത് നിങ്ങൾ കാണുന്നതാണ് കച്ചാപ്പൂരി, ചീസ് കച്ചാപ്പൂരി. ഓൺലി ചീസാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇത് ജോർജിയൻ ഡിഷാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കൊറിയൻ ചിക്കൻ വിങ്സാണ്. ഇത് ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുന്നത്, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇത് പോർക്കിൻ്റെ ഡിഷാണ്. ഞങ്ങളോട് ജോർജ് പറഞ്ഞത് പോർക്കും കച്ചാപ്പൂരിയും അതൊക്കെയാണ് ഇവിടുത്തെ ഫേമസ് ഡിഷസുകളെന്ന്, വൺ ഓഫ് ദി ഫേമസ് ഡിഷസുകൾ. പിന്നെ കച്ചാപ്പൂരി കുറേ ടൈപ്പ് ഉണ്ട്. ഇത് ചീസ് കച്ചാപ്പൂരിയാണ്. ഇത് ഭയങ്കര ഹെവിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്ലൈസ് കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ താഴെ പോയിട്ട് ബേക്കറിയിൽ നിന്ന് ഒരു ഹാർട്ട് ഷേപ്പിലൊരു ബണ്ണ് വാങ്ങി. ഇത് ബണ്ണെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്വീറ്റ് ആണിത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷുഗർ കോട്ടഡൊക്കെ ആയിട്ട് അകത്ത് റേസിൻസ് അങ്ങനെയൊക്കെ സ്റ്റഫ്ഡ് ആയിട്ടുള്ളതാണ്. അതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾ ഫ്രഷനപ്പായി താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം സിറ്റി വ്യൂ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ പോകാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഹോട്ടൽ സ്റ്റേയിൽ. ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ കോണ്ടിനെൻ്റൽ ഫുഡ് ആയിരുന്നു. കുറേ ടൈപ്സ് ഓഫ് ബ്രെഡ്, ചീസ്, എഗ്, സോസേജ് അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ജോർജിൻ്റെ ബ്രദർ ഗാർഗിയാണെന്ന് വന്നത് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട്. അല്ല ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് ഔട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സിറ്റി ടൂറാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മേത്കി ഹിൽസിൻ്റെ മുകളിലാണ് മേത്കി ചേർച്ച്. ആൻഡ് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നതാണ് കിങ് വക്താങ്ങിൻ്റെ സ്റ്റാച്ചു. കിങ് വക്താങ്ങാണ് ന്യൂ സിറ്റി ടിബ്ലിസിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മേത്കി ചേർച്ച്. ഇത് 5th സെഞ്ച്വറിയിലെ ചേർച്ചാണ്. ഭയങ്കര ഓൾഡ് ആൻഡ് ഓർത്തഡോക്സ് ചേർച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് കുറേ സ്കാർഫ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുന്ന ലേഡീസുകളെല്ലാവരും തലയിൽ സ്കാർഫ്സ് കെട്ടിയിട്ടാണ് അകത്ത് കയറുന്നത്. പിന്നെ ഇതിൻ്റെ അകം ഭയങ്കര ഹ്യൂജ് ചേർച്ചാണ് ഇത്. പിന്നെ ഭയങ്കര ഹൈ ഡോംസ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ.
കിങ് വക്താങ്ങിൻ്റെ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റാച്ചു ആണ് മദർ ഓഫ് ജോർജിയൻ്റെ സ്റ്റാച്ചു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് കേബിൾ കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞത് കേബിൾ കാറിൽ അങ്ങോട്ട് പോണതിന് മുമ്പ് നമുക്ക് ബോട്ടിൽ സിറ്റി വ്യൂ ഒന്ന് കാണാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബോട്ടിലൊക്കെ അങ്ങനെ കയറി. ഇതിൽ പെർ പേഴ്സൺ 60 ദിറംസാണ് ഇതിൻ്റെ ചാർജ്. പിന്നെ ഈ ബോട്ടിൽ വൈൻ ടേസ്റ്റിംഗ് ആൻഡ് ടീ കോഫി അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ കോസ്റ്റിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ ബോട്ടിൻ്റെ അകത്തൊക്കെ കയറി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് കുറേ ടൈമായി ഞങ്ങളിങ്ങനെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ലതായതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അതൊരു 30-40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ബോട്ടിംഗ്. അത് കഴിഞ്ഞിട്ട് ഗാർഗി ഞങ്ങളെ നെക്സ്റ്റ് കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഈ പീസ് ഓഫ് ബ്രിഡ്ജ്. അപ്പോൾ പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നിന്ന് ഞങ്ങൾ സിറ്റി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗാർഗി ഞങ്ങളെ നെക്സ്റ്റ് കൊണ്ടുപോയത് പീസ് ഓഫ് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള നൈറ്റ് ലൈഫുള്ളൊരു ഏരിയയിലായിരുന്നു. ആൾ പറഞ്ഞത് ഇവിടെ ഈവനിങ് ആകുമ്പോഴൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സുകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലോക്കൽ ജോർജിയൻ ഡിഷസുകൾ ഉണ്ടാവുമെന്നാണ് ആൾ ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ ഇങ്ങനത്തെ ഏരിയാസുകളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞത് ഒരു 10 PM ഒക്കെ ആയി കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും ഭയങ്കര ക്രൗഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ആൾക്കാരുകൾ യൂഷ്വലി ഷീഷ അങ്ങനെയൊക്കെ ഹുക്ക അതൊക്കെ ചെയ്യാനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് കണ്ടതാണ് ഈ സ്റ്റാച്ചു തമാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ 5 liters ഓഫ് വൈൻ കുടിക്കാൻ പറ്റുന്ന ഒരാളെയാണ് തമാദ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ വീട്ടിലും ഒരു തമാദ ഉണ്ടാവും. അപ്പോൾ ഗാർഗി പറഞ്ഞത് ഗാർഗിയുടെ വീട്ടിൽ ആളാണ് തമാദ എന്ന്, അതായത് ആൾക്ക് 5 liters ഓഫ് വൈൻ കുടിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റ് ഗാർഗി ഞങ്ങളെ കൊണ്ടുപോയതാണ് സൾഫർ ബാത്ത്. അപ്പോൾ സൾഫർ ബാത്ത് നമ്മൾ വെബ്സൈറ്റിൽ കയറിയിട്ട് സെഷൻസ് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞങ്ങളിവിടെ സൾഫർ ബാത്തിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സൾഫറിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അത് ചിലവർക്ക് ഓക്കെ ആയിരിക്കും, ചിലവർക്ക് ഒട്ടും പറ്റില്ല. പിന്നെ സൾഫർ ബാത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്കിൻ ഡിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ സൾഫർ ബാത്ത് സെഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 80 to 85% അത് ഓക്കെ ആവുമെന്നാണ് ആൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആണ് ഈ ബ്രിഡ്ജിൻ്റെ അവിടെ. ഇത് കാണുന്ന നിറച്ച് ലോക്സാണ് ഈ ബ്രിഡ്ജും ഇട്ടേക്കുന്നത്, പേരെഴുതിയിട്ട് കപ്പിൾസുകളൊക്കെ പേരെഴുതിയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ വാങ്ങിയതാണ് ഈ വൈൻ ഐസ്ക്രീം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇത് വാനില ആൻഡ് വൈൻ കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇത് ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല, 5 lari ആയിരുന്നു പെർ ഐസ്ക്രീം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഈ ലവ് ലോക്സ് ഉള്ള ബ്രിഡ്ജിൻ്റെ അവിടേക്ക് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഗാർഗി ഞങ്ങൾ നെക്സ്റ്റ് ഒരു ചേർച്ച് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഇവിടെ ജോർജിയയിൽ കുറേ ചേർച്ചസ് ഉണ്ട്, അതും ഭയങ്കര ഓൾഡ് ചേർച്ചസുകളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് ഇനി കേബിൾ കാറിൽ ആണ് കയറിയത്. കേബിൾ കാർ കയറി ഞങ്ങൾ മദർ ഓഫ് ജോർജിയൻ്റെ അവിടേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ജോർജിയൻ്റെ അവിടെ എത്തി, കേബിൾ കാറിനകത്ത് കയറി. നേരെ കാണുന്ന ഈ സ്റ്റാച്യു ആണ് മദർ ഓഫ് ജോർജിയ. മദർ ഓഫ് ജോർജിയയുടെ ഒരു കയ്യിൽ വൈനും ഒരു കയ്യിൽ സ്വാഡുമാണ്. അങ്ങനെ ഞങ്ങൾ സിറ്റി വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇനി നെക്സ്റ്റ് ഞങ്ങൾ ജോർജിയൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജോർജിയൻ ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ചീസ് കച്ചാപ്പൂരി. ഇതൊരു ബോട്ട് ഷേപ്ഡ് ബ്രെഡ്, അതിൻ്റെ സെൻറ്ററിൽ എഗ്, ബട്ടർ, ചീസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ സ്പൈസസ് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ ഇട്ടിട്ടാണ് ഇത് കഴിച്ചത്. വൺ ടൈം നമുക്കിത് ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഓർഡർ ചെയ്തതാണ് പോർക്ക്. ഇവിടെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും പോർക്ക് ഉണ്ടാവും. പോർക്ക്, ബ്രെഡ്, ചീസ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഖിൻകാലി. ഇത് മോമോസ് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും മോമോസ് അല്ല, ഇതിൻ്റെ അകത്തൊരു സൂപ്പൊക്കെ ഉണ്ട് മീറ്റിൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് റെസ്റ്റോറൻറ്റിലൊക്കെ കുറച്ച് നേരം ഇരുന്ന്. ഇതിൻ്റെ പുറത്തിങ്ങനെ വാട്ടർ സ്പ്രിങ്ക്ലേഴ്സൊക്കെ ഉണ്ട്, ഇങ്ങനെ കൂളായിട്ടിരിക്കാനായിട്ട് എപ്പോഴും. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വോൾട്ട് ആപ്ലിക്കേഷനിൽ കൂടെ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ബൈ.